പുതിയ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. ഒരു മാസമാകുമ്പോൾ തന്നെ പറഞ്ഞ പല പദ്ധതികളും നടപ്പാക്കുന്നു. കഴിഞ്ഞ ദിവസം സഭയിൽ ധവളപത്രം അവതരിപ്പിച്ചു. അപ്പോൾ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ സാമ്പത്തികമായി ബദൽ പദ്ധതികൾ തന്റെ മുന്നിൽ ഉണ്ട് എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പറഞ്ഞത്. ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നത് സാമ്പത്തികമായി കേരളം വളരെ പിരിമുറുക്കത്തിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പദ്ധതികളൊന്നും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നൊരു മെസ്സേജ് ആണോ സമൂഹത്തിന് മുന്നിലേക്ക് സതീശൻ നൽകുന്നതെന്ന് ധവളപത്രം മുന്നോട്ട് വയ്ക്കും. അല്ലെങ്കിൽ ധവളപത്രം സഭയിൽ വെച്ചപ്പോൾ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് വി ഡി സതീശൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കന്നി ബജറ്റ് 19ാം തീയതി അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷയാണ്. വിസ്മയം തീർക്കും വി ഡി സതീശൻ എന്നാണ് സർക്കാർ ജീവനക്കാരടക്കം പറയുന്നത്. അത്തരമൊരു വിസ്മയമായിരിക്കും ആ ബജറ്റിൽ ഉണ്ടാവുക. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് അത് ആദ്യ ബജറ്റാണ് വെള്ളിയാഴ്ച അവതരിപ്പിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ധവളപത്രം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ധവളപത്രവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും സ്വാഭാവികമായി വിമർശനം വരും. പ്രതിപക്ഷം അവരാണ്. ഭരണപക്ഷം കൃത്യമായ കാര്യങ്ങൾ ഒരു പ്രത്യേക സമിതിയെ ഉപയോഗപ്പെടുത്തിയാണ് ആ ധവളപത്രം തയ്യാറാക്കിയത്. അതിനപ്പുറം തന്നെ ഈ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്. അതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. കാരണം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിലെല്ലാം UDF പറഞ്ഞ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്, ഞങ്ങൾ വാഗ്ദാനങ്ങളല്ല പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളന വേദിയിലാണ് കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. പുത്തരിക്കണ്ട മൈതാനത്ത് 10,000ങ്ങളെ സാക്ഷി നിർത്തി ആളുകളുടെ കയ്യൊടി കൂടി ആ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഉൾപ്പെടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കും? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയല്ലേ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന, കയ്യടിക്ക് വേണ്ടി പറയുന്നതല്ലേ എന്ന് പലരും നെറ്റി ചുളിച്ചു ചോദിച്ചു. അതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, നേരത്തെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഗോവ ഗവർണറുമെല്ലാമായിരുന്ന PS ശ്രീധരൻപിള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും നടപ്പിലാക്കാനുള്ളതല്ല, അതങ്ങനെ പലതും പറയും, അതെല്ലാം നടപ്പിലാക്കിയ ചരിത്രം ഏതെങ്കിലും സർക്കാരുകൾക്കുണ്ടോ എന്ന് അദ്ദേഹം തമാശ രൂപേണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തവണ ആളുകൾ കണ്ടത്, ഇതെല്ലാം നടപ്പിലാക്കുമോ എന്ന്. എന്നാൽ അധികാരത്തിലേറി ഒരു മാസം തികയുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ബാധ്യത വരുന്ന, കഴിഞ്ഞ ദിവസം ആ കണക്ക് വരുന്നപ്പോൾ 1,58,56,000 രൂപയാണ് KSRTCക്ക് ഇന്നലെ മാത്രം നഷ്ടമുണ്ടായത് ഓർഡിനറി സർവീസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയ നഷ്ടം സഹിച്ചാണ്, അല്ലെങ്കിൽ KSRTC ഒരു വലിയ നഷ്ടം സഹിച്ചിട്ടാണ് ഈ പദ്ധതി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കിയത്. ഇത്തരത്തിൽ ജനോപകാരപ്രദമായ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കാണിക്കാനുള്ള ഇച്ഛാശക്തി ഈ ഭരണകൂടത്തിനുണ്ടെന്നാണ് ഇന്നലെ തെളിഞ്ഞത്. ഇനി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ 4 കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. അത് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 19ാം തീയതിയുടെ ബജറ്റാണ്. സർക്കാർ ജീവനക്കാർ വലിയ ആവേശപൂർവ്വമാണ് ഈ ബജറ്റിനെ സൂക്ഷിച്ചു നോക്കുന്നത്. കാരണം കഴിഞ്ഞ ബജറ്റുകളിലൊന്നും സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു അലംഭാവമായ നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. DA കുടിശ്ശിക നൽകാനുള്ള തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം പകരുന്ന തീരുമാനം ഈ ബജറ്റിലുള്ള സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി കേരളം കൈയടിക്കുന്ന തീരുമാനങ്ങൾ ഇതിനകത്തുണ്ടാകും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2 മാസമായി സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരളത്തിൽ മുടങ്ങിയെന്നാണ്. 1000 രൂപ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പദ്ധതി ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. 2 മാസമായി അത് ഈ സർക്കാർ മുടക്കി എന്ന ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയും. അത് മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകും എന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രഖ്യാപനം അത് ഈ ബജറ്റിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ, അന്തരിച്ച മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ എല്ലാവർക്കും ഉള്ള ഇത് ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, വയോജന വകുപ്പ് നേരത്തെ തന്നെ തീരുമാനമായിരുന്നു, അധികാരമേറ്റ ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനമായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ ആശ്വാസം പകരുന്ന ജനപ്രിയ തീരുമാനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കഴിഞ്ഞ 10 വർഷക്കാലം വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ
UDF-നെ തോൽപ്പിക്കാൻ ഇടതുമുന്നണി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ എത്തിയാൽ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ്. എന്നാൽ 2500 ഇപ്പോഴും കിട്ടാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. വാഗ്ദാനം, UDF-ന്റെ ഒരു വാഗ്ദാനം 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്നാണ്. ഘട്ടം ഘട്ടമായി ആ 3000 രൂപ ആക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ പ്രഖ്യാപനം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനങ്ങൾ നേരത്തെ കോൺഗ്രസിന് അധികാരം കിട്ടിയ രാജസ്ഥാനിലായാലും ഹിമാചൽ പ്രദേശിലായാലും തെലങ്കാനയിലായാലും തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ കർണാടകയിലെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളും വിളിച്ച മുദ്രാവാക്യങ്ങളും പ്രവൃത്തിപഥത്തിൽ എത്തിച്ച സർക്കാരുകളാണ് കോൺഗ്രസ് സർക്കാരുകൾ. ആ സർക്കാർ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. കോൺഗ്രസ് നടപ്പിലാക്കുമെന്നാണ്. ഈ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയല്ലേ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ നടപ്പിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പദ്ധതിയായിരുന്നു KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് പ്രിയദർശിനി എന്ന പേരിൽ വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങൾ കരുതില്ല ഒരു മാസത്തിനകം ഈ പദ്ധതി നടപ്പിലാകുമെന്ന് കേരളത്തിൽ. കാര്യം കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും KSRTC നഷ്ടത്തിലാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ 4 കാര്യങ്ങൾ അത് ഈ ബജറ്റിൽ ഉൾപ്പെടുത്താനാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അത് ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന രീതിയിലായിരിക്കും ബജറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി തന്റെ കയ്യിൽ ബദൽ പദ്ധതികൾ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ബദൽ പദ്ധതികൾ ഉണ്ടോ എന്നൊരു ആശങ്ക സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. കാര്യം KSRTCയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ KSRTC ബസ് നമുക്ക് സ്പോൺസർ ചെയ്യാൻ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ബസ് സ്പോൺസർ ചെയ്യാനുള്ള സംവിധാനം പോലും ഉണ്ടാകുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ പദ്ധതികൾ, ബദൽ പദ്ധതികൾ KSRTCയുടെ വിഷയത്തിൽ നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പൊ അത്തരത്തിൽ ബദൽ പദ്ധതികൾ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത്തരം ബദൽ പദ്ധതികൾ ഉണ്ട് എങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ മറുവശത്ത് ഒരു ആശങ്ക എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണ്. വലിയ പ്രതീക്ഷയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെച്ച സർക്കാരാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു മാസത്തിനകം, അല്ലെങ്കിൽ അധികാരത്തിലേറി ഇതുവരെ എടുത്ത നിലപാടുകളെല്ലാം ജനപക്ഷ നിലപാടുകളായിരുന്നു, ഇതിലൊന്നും സംശയമില്ല. പക്ഷെ ധവളപത്രം പറയുന്നുണ്ട് സാമ്പത്തികമായി കേരളം ഏത് അവസ്ഥയിലാണെന്ന്. ആ അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് കേരളം എങ്ങോട്ട്, ഏത് അവസ്ഥയിലേക്ക് പോകുമെന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ധവളപത്രം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ പിരിമുറുക്കത്തിലാണ്. 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്ന്, സാമ്പത്തികമായി പിരിമുറുക്കത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ പദ്ധതികളും ഇപ്പൊ നടപ്പിലാക്കാൻ കഴിയില്ല, കുറച്ചു കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാമെന്ന് സർക്കാർ ഒരു നിലപാട് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ VD സതീശൻ ആദ്യം പറഞ്ഞതുപോലെ ബദൽ പദ്ധതികൾ ഏതെങ്കിലും മുന്നോട്ട് വെച്ച് ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. അങ്ങനെ ബദൽ പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ച് ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ആശ്വാസമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും സാധാരണക്കാർക്ക് പ്രതീക്ഷ തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ്. അല്ലെങ്കിൽ കേരളം ഇതുവരെ ഇല്ലാത്ത അത്രത്തോളം പ്രതീക്ഷയോടെ ആയിരിക്കും ബജറ്റിനെ നോക്കിക്കാണുമെന്ന് പറയേണ്ടി വരും. കാര്യം ആശാവർക്കർമാരോടടക്കം, അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന അടുത്ത ദിവസം ആശാവർക്കർമാരെ പോയി കാണുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും തയ്യാറായ സർക്കാരാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് നമ്മൾ, അല്ലെങ്കിൽ കേരളം ഒന്നടങ്കം ഈ പദ്ധതി ബാക്കി 4 എണ്ണം നടത്തിയാലും KSRTCയിൽ സൗജന്യ യാത്ര നടത്താൻ കേരളത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞ പദ്ധതി ജൂൺ 15 നടപ്പിലാക്കിയിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ധവളപത്രം മുന്നോട്ട് വെച്ചത് ആശങ്ക കൂടി ജനിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ധവളപത്രം മുന്നോട്ട് വെച്ച്, അല്ലെങ്കിൽ സഭയിൽ ധവളപത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തരം ഒരു ആശങ്ക ഉണ്ടാകില്ലായിരുന്നു. കാര്യം എല്ലാം നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാകും. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയായിരിക്കും നടപ്പിലാകുക, നടക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ആവേശപൂർവ്വം, ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ബജറ്റാണ് 19-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ബജറ്റ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരുകയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഗ്രാഫ് വീണ്ടും ഉയരും. പ്രതിപക്ഷത്തിന് വിമർശനത്തിന് പോലും ഇട നൽകാൻ കഴിയാത്ത രൂപത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കൈയടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല.